കോവിഡ് കാലം ലോക സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം സമയമായിരുന്നു ഇത്. തിയേറ്ററുകളെല്ലാം അടഞ്ഞുകിടക്കുന്ന ഇരുണ്ട കാലം. അതിനുശേഷം 2021 തുടക്കത്തോടെയാണ് ലോക്ക്ഡൗൺ ഇളവുകൾ വന്നത്. പതിയെ സിനിമകളെല്ലാം തിയേറ്ററുകളിലേക്ക് എത്തി തുടങ്ങി. എന്നാൽ ആദ്യമൊന്നും പഴയതുപോലെ തിയേറ്ററുകളിലേക്ക് ആള് കയറിയിരുന്നില്ല. ഇത് കാരണം പല നല്ല ചിത്രങ്ങളും പരാജയപ്പെട്ടു. പിന്നെ ആളുകൾ തിയേറ്ററുകളിലേക്ക് ഇടിച്ചു കയറി തുടങ്ങിയത് ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രങ്ങളൊക്കെ റിലീസാകാൻ തുടങ്ങിയതോടെയാണ്. മലയാള ഉദാഹരണമായി എടുത്താൽ കോവിഡ് കഴിഞ്ഞ് ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ വെള്ളമാണെങ്കിലും ആളുകൾ ഇടിച്ചു കയറി തുടങ്ങിയത് കുറുപ്പ് പുറത്തിറങ്ങിയതോടെയാണ്. തമിഴിലാണെങ്കിൽ മാസ്റ്റർ, ഹിന്ദിയിൽ സൂര്യവംശി എന്നീ സിനിമകളും തിയേറ്ററുകളിലേക്ക് ആളെ കയറ്റിയിരുന്നു. അതിനുശേഷം ഇത് സിനിമാ ലോകത്തെ ഒരു അപ്രഖ്യാപിത നിയമമായി മാറി. ബിഗ് ബജറ്റ് അല്ലെങ്കിൽ ആക്ഷൻ ചിത്രങ്ങളാണെങ്കിൽ മാത്രമേ തിയേറ്ററിൽ നിന്ന് പണം വരൂ എന്ന അവസ്ഥ. ഒരു ലോ ബജറ്റ് അല്ലെങ്കിൽ ഫീൽ ഗുഡ് സിനിമയാണെന്നിരിക്കട്ടെ, അതിന് എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും തിയേറ്ററിൽ പരാജയപ്പെടും. ഈ ശാപത്തിന് കുറച്ചെങ്കിലും അപവാദം സൃഷ്ടിച്ചത് മലയാള സിനിമകളാണെന്ന് പറയാം. ലോക്ക്ഡൗണിന് ശേഷം വന്ന ജയ 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 ഹേ, ഹൃദയം എന്നീ സിനിമകളും വൻ കളക്ഷൻ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ മറ്റ് ഭാഷകളിലെ നിർമ്മാതാക്കൾ ഇത് കാരണം നല്ലതുപോലെ ബുദ്ധിമുട്ടി. സിനിമാ നിരൂപകർ ഒന്നടങ്കം വിധിയെഴുതി, ഇനി ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ കാലമാണെന്ന്. ലോ ബജറ്റ് സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്യാതെ OTT വഴിയൊക്കെ പുറത്തിറങ്ങിയാലേ ഇനി രക്ഷപ്പെടുമെന്നൊക്കെ അവർ പറഞ്ഞു വെച്ചു. ഭൂരിഭാഗം തിയേറ്ററുകളും 4K ഡോൾബി അറ്റ്മോസിലേക്കും RGB ലേസർ സ്ക്രീനുകളിലേക്കും മാറി. കേരളത്തിൽ 2 പുതിയ IMAX സ്ക്രീനുകൾ ആരംഭിച്ചു. 4DX സ്ക്രീൻ വന്നു, റിയൽ 3D സ്ക്രീൻ, അങ്ങനെ പുതിയ സംവിധാനങ്ങൾ ഇതെല്ലാം വന്നു. ഇതൊക്കെ കോവിഡ് കാലത്തിന് ശേഷം വന്നതാണ്. എല്ലാം ആക്ഷൻ സിനിമകളുടെ എക്സ്പീരിയൻസ് പരമാവധി വർദ്ധിപ്പിക്കാനും തിയേറ്ററുകളിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാനുമായിരുന്നു. എന്നാൽ ഈ വർഷം ആക്ഷൻ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുന്ന കാഴ്ചകളാണ് കാണാൻ സാധിച്ചത്. പകരം ഫീൽ ഗുഡ് ലോ ബജറ്റ് ചിത്രങ്ങൾ കാണാൻ തിയേറ്ററുകളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി തുടങ്ങി. മലയാളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ വർഷം വൻ ഹൈപ്പിൽ പുറത്തിറങ്ങിയ സിനിമയാണ് എമ്പുരാൻ. എന്നാൽ 150 കോടി ബജറ്റിൽ പുറത്തിറങ്ങിയ എമ്പുരാനെ കടത്തിവെട്ടി വെറും 40 കോടി മുതൽ മുടക്കിൽ റിലീസ് ചെയ്ത ലോക 300 കോടിക്ക് മുകളിൽ തിയേറ്ററിൽ നിന്ന് പണം വാരി. എന്തിന് 50 കോടി ബജറ്റിൽ റിലീസ് ചെയ്ത തുടരും പോലും കേരള കളക്ഷനിൽ എമ്പുരാനെ വെട്ടിച്ചു. എന്നാൽ L2 ഒരു പരാജയ ചിത്രമായിരുന്നില്ല. ശരാശരി വിജയം ആ ചിത്രം നേടി. എന്നാൽ മറ്റ് ഇൻഡസ്ട്രികളുടെ ഗതി ഇതായിരുന്നില്ല. ബോളിവുഡിൽ ഈ വർഷം 400 കോടി ബജറ്റുള്ള വാർ 2ഉം 200 കോടി ബജറ്റുള്ള സിക്കന്ദറുമായിരുന്നു ഏറ്റവും വമ്പൻ ചിത്രങ്ങൾ. എന്നാൽ ഇത് രണ്ടും 8 നിലയിൽ പൊട്ടിപ്പോയി. ഹിന്ദിയിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് സയ്യാര എന്ന സാധാരണ റൊമാൻറ്റിക് ഡ്രാമ ചിത്രമാണ്. യുവാക്കൾക്കിടയിൽ തരംഗം സൃഷ്ടിച്ച ഈ ചിത്രത്തിൻ്റെ ബജറ്റ് വെറും 40 കോടിയായിരുന്നു. തിയേറ്ററിൽ നിന്ന് നേടിയതോ 575 കോടി എന്ന ഭീമൻ സംഖ്യ. തമിഴിലേക്ക് വരാം. സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കൂലിയും ഉലകനായകൻ കമൽഹാസൻ്റെ തഗ് ലൈഫുമായിരുന്നു കോളിവുഡിലെ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ. എന്നാൽ ഈ വൻ താരങ്ങൾ തിയേറ്ററുകളിൽ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയപ്പോൾ പ്രദീപ് രംഗനാഥൻ എന്ന യുവതാരത്തിൻ്റെ ചിത്രങ്ങൾ ഓളം സൃഷ്ടിച്ചു. 40 കോടിക്ക് താഴെ ബജറ്റുള്ള ഡ്രാഗണും ഡ്യൂഡും 100 കോടി ക്ലബിൽ കയറി. വെറും 15 കോടി ബജറ്റിൽ പുറത്തിറങ്ങിയ ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയും 80 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടി. താരങ്ങളല്ല, സിനിമയാണ് വലുതെന്ന് പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ വിജയങ്ങൾ. തെലുങ്കിൽ 300 കോടി ബജറ്റിൽ പുറത്തിറങ്ങിയ ഗെയിം ചേഞ്ചറായിരുന്നു ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന ബിഗ് ബജറ്റ് സിനിമ. എന്നാൽ ഈ സിനിമ ശങ്കറിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയമായി മാറി. ആ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ലാഭമുണ്ടാക്കിയതാകട്ടെ വെറും 50 കോടി ബജറ്റുള്ള സംക്രാന്തിനി വസ്തുനാമം. ഇനി ഇതൊക്കെ പോട്ടെ, ഈ വർഷം ഏറ്റവും അമ്പരപ്പിച്ചത് ഒരു ആനിമേഷൻ സിനിമയാണ്. സാധാരണ എല്ലാവരും കുട്ടികളുടെ ചിത്രമെന്ന് പറഞ്ഞ് ആനിമേഷൻ തള്ളിക്കളയാറുണ്ട്. എന്നാൽ ഈ വർഷം റിലീസ് ചെയ്ത മഹാവതാർ നരസിംഹ എന്ന കൊച്ചു ചിത്രം 326 കോടി കളക്ഷൻ നേടി തിയേറ്ററിൽ വൻ വിജയമായി. വെറും 40 കോടി മാത്രമായിരുന്നു ഇതിൻ്റെ ബജറ്റ്. 5.5 കോടി മുതൽ മുടക്കിൽ വന്ന സൂ ഫ്രം സോ എന്ന കന്നഡ ചിത്രം 123 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. അതും 2025 വിസ്മയ കാഴ്ചയായി മാറി. ശരിക്കും 2025 ഒരു ഉറപ്പാണ്. സിനിമയുടെ ബജറ്റിലും ജോണറിലുമല്ല കാര്യം. നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ എന്നും ഏറ്റെടുക്കുമെന്ന ഉറപ്പ്. ഇനിയും കാത്തിരിക്കാം.
ആക്ഷൻ ചിത്രങ്ങൾക്ക് വേണ്ടിയല്ല, നല്ല സിനിമകൾക്കായി. വെറുതെ കുറച്ച് ആക്ഷൻ കുത്തിക്കയറ്റിയാൽ എത്ര ബോർ സിനിമയാണെങ്കിലും ജനം വിജയിപ്പിക്കുമെന്ന തോന്നൽ ഒരു നിർമ്മാതാവിനും ഉണ്ടാകരുത്. നല്ല ചിത്രങ്ങൾ ഉണ്ടാകട്ടെ, അത് ഏത് ജോണറിലാണെങ്കിൽ.